ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കമൻസ് ആയിട്ട് വന്ന കുറച്ച് ഡൗട്ട്സിൻ്റെ ഒരു ക്ലാരിറ്റി തരാനായിട്ട് ശ്രമിക്കാം. അതിനു മുമ്പായിട്ട് താങ്ക് യു സോ മച്ച്. എൻ്റെ വോയിസ് കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജുകളുണ്ട്. ഈവൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോയുടെ താഴെയായിട്ട് കുറേ കമൻസ് ഉണ്ട്. ആർ യു ഓക്കെ, ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കൺസേൺ വന്നിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് ഒരു സെഷനും ഹീലിംഗ് സെഷനും ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെയും ഇപ്പോൾ ആയിട്ട് ആ പെൻഡിങ് ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഓക്കെയാണ്. എന്നാൽ വോയിസ് ഒന്ന് ക്ലിയറായി കിട്ടാനായിട്ട് മേ ബി ഇനിയും കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും. അപ്പോൾ പഴയ വോയിസ് പോലെ ഇല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ കമൻസിലേക്ക് പോകാം. അഖിൽ ചന്ദ്രൻ 4380 എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ടിൽ നിന്നും വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ്. കമൻറ്റ് ഇതാണ്: 99 പോർട്ടൽ അബണ്ടൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു, ലൈഫ് ഷിഫ്റ്റ് ആവുമെന്ന് പറഞ്ഞു, ഒന്നും ഉണ്ടായില്ല, വൈ, പ്ലീസ് റിപ്ലൈ. ഇതിന് ഞാൻ ഇന്നലെ ജസ്റ്റ് അതിന് താഴെയായിട്ട് ഒരു ചെറിയൊരു മറുപടി കൊടുത്തിരുന്നു. എങ്കിലും ഇതിന് ഒരു വീഡിയോ ആക്കി ഇടണമെന്ന് ഇൻഡ്യൂട്ടീവ്ലി തോന്നി. കാരണം ഇങ്ങനെ വിചാരിക്കുന്ന പലരും കാണും, അവേക്കനിങ്ങിലൂടെ ഗോ ത്രൂ ആവുന്നവർ. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് ആ ഫീലിംഗ് വരുന്നത്, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ കാര്യം, എനർജി ചാനലിങ്. നമ്മൾ എനർജി അപ്ഡേറ്റ്സ് കേൾക്കാറുണ്ട്. ന്യൂ മൂൺ ആയിരിക്കാം, ഫുൾ മൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ ടാരോട്ട് റീഡിങ് ചെയ്യുന്നവർ എന്നും ഏകദേശം അപ്ഡേറ്റ് ഇടുന്ന ബ്യൂട്ടിഫുൾ സോൾസ് ഉണ്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ. അതല്ലാതെ പെട്ടെന്ന് അപ്ഡേഷനൊക്കെ കൊടുക്കണമെന്ന് തോന്നുമ്പോൾ നോർമലി അപ്ഡേറ്റ്സ്, എനർജി അപ്ഡേറ്റ്സ് കൊടുക്കുന്നവരൊക്കെയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യത്തെ കാര്യം, ഇതൊരു കളക്റ്റീവ് എനർജിയാണ് അവർ പറയുന്നത്. അതിന് മുമ്പായിട്ട് ഈ കളക്റ്റീവ് എനർജിക്ക് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വീഡിയോ ഇടുമ്പോഴും ഏതൊരു ചാനലും ആയിക്കോട്ടെ, ഏതൊരു ഹീലറും ആയിക്കോട്ടെ, അതവരുടെ സോൾ പർപ്പസാണ്. അപ്പോൾ സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ അത് ഇൻഡ്യൂട്ടീവ്ലി വരുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡിലീറ്റ് എങ്കിലും ആവും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരു ചാനലിലും ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈൻഡും കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും 5 മിനിറ്റ്, 3 മിനിറ്റ്, 7 മിനിറ്റത്തെ ഒരു വീഡിയോ പെട്ടെന്ന് അങ്ങ് ഇട്ടിട്ട് പോകുമെന്ന്. അങ്ങനെയല്ലത്. അത് എഡിറ്റ് ചെയ്താലേ ഇല്ലെങ്കിലും അതിൽ വരേണ്ട കാര്യങ്ങൾ, അത് ആരിലേക്കൊക്കെ എത്തണോ, എന്തൊക്കെ കാര്യങ്ങൾ എത്തണോ, അത് മാത്രമേ ഡിവൈൻ അവിടെ നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തുള്ളൂ. ഇത് പരമമായ ഒരു സത്യമാണ്. അപ്പോൾ എനർജി ചാനലിലേക്ക് വരാം. ഇതും ഇൻഡ്യൂട്ടീവ്ലി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡൗൺലോഡ്സിനെ ഡീകോഡ് ചെയ്തിട്ടാണ് ഈ എനർജി ചാനലിംഗ് ചെയ്യുന്നവർ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ടാരോട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കാർഡ്സ് വെച്ച് റീഡ് ചെയ്തിട്ടാണ് അവർ എനർജി അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കളക്റ്റീവായിട്ടുള്ള ഒരു ഡൗൺലോഡായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിനു മുമ്പ് പറഞ്ഞ പോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം കിട്ടുന്ന ഡൗൺലോഡ്സാണ്. നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമായിരിക്കും. അപ്പോൾ ഇത് ആരിലേക്കൊക്കെ എത്തണോ അവരിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 100% നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാം, 1% പോലും ആവാതെയും ഇരിക്കാം. ഓക്കെ, നിങ്ങൾ അതുകൊണ്ടാണ് 1-to-1 സെഷൻ എടുക്കുമ്പം കുറച്ചുകൂടെ റെസൊനേറ്റ് ആവും കാര്യങ്ങൾ. ഇനിയും ഈ എനർജി ചാനലിങ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു തരാം. ഓഫ് കോഴ്സ് നമ്മൾ കടന്നു പോകുന്ന വഴികൾ വളരെ കഠിനമായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ എനർജിയിലുള്ള ഒരു ചേഞ്ച് വരുമ്പം, നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പം പെട്ടെന്ന് ചേഞ്ച് വരുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റി ഇഷ്യൂസ് വരും. ഞാൻ ഹീൽഡ് അല്ലേ, അല്ലെങ്കിൽ ഈ എനർജി എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വരുന്നത് എന്നൊക്കെ പല ചോദ്യങ്ങൾ സ്വയം വരുമ്പോൾ, ഉള്ളിൻ്റെ ഉള്ളിൽ വരുമ്പോൾ, ഡിവൈനായിട്ട് നിങ്ങൾക്കൊരു ചാനലിംഗ് മുമ്പിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങളായിരിക്കും. ആൻഡ് അത് നിങ്ങളുടെ എനർജീനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും, ഒരു പോസിറ്റീവ് വ്യൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് കളക്റ്റീവ്ലി ഈ ഒരു എനർജി ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ആ ഒരു ഇമ്പാക്റ്റ്, കോസ്മിക് എനർജിയുടെ ഇമ്പാക്റ്റാണ് ആസ് എ ട്വിൻ ഫ്ലെയിം ഞാനും ഗോ ത്രൂ ആവുന്നത്, അല്ലെങ്കിൽ ആസ് എ സ്പിരിച്വൽ അവേക്കനിങ് പേഴ്സൺ ഞാനും ഗോ ത്രൂ ആവുന്നത് എന്നുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മളുടെ എനർജി ലെവലിൽ, തിങ്കിങ് പാറ്റേണിൽ വരും. അതിൻ്റെ മീനിങ് നമ്മളവിടെ ഹീലാവുന്നു എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഈ എനർജി അപ്ഡേറ്റ്സ് കണ്ടിട്ട് നമ്മൾ ഹീലായി എന്ന് വിചാരിച്ചാൽ നമ്മളവിടെ ഒരു മണ്ടത്തരമാണ് ശരിക്കും കാണിക്കുന്നത്. അത് നമ്മളുടെ എനർജീനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ മാത്രം ഹെൽപ്പ് ചെയ്യും. എഗെയിൻ അവിടെ വരുന്ന ട്രോമാസിനെ, അവിടെ വരുന്ന അപ്സെറ്റ്സിനെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഹീൽ ചെയ്താൽ മാത്രമേ ആ ഒരു ഷിഫ്റ്റ് നമ്മളിൽ വരത്തുള്ളൂ പെർമനൻ്റ് ആയിട്ട്. ഇത് പറഞ്ഞു തരാനുള്ള കാരണം നമ്മളൊക്കെ ഇനിഷ്യൽ ഡേയ്സിൽ എനർജി അപ്ഡേറ്റ്സിൽ, ടാരറ്റ് കാർഡ് റീഡിങ്ങിലൊക്കെ വളരെയധികം സമയം ചിലവഴിക്കുന്നവരാണ്. ഞാൻ പേഴ്സണലി പറഞ്ഞ 1.5 വർഷം ഞാൻ വേസ്റ്റാക്കിയ ഒരാളാണ് എന്നും ഈ എനർജി അപ്ഡേറ്റ് കണ്ടിട്ട്. വേസ്റ്റൊന്നും ഞാൻ ഒരിക്കലും പറയരുത്, കാരണം അതൊരു ലെസൺ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പഠിക്കാനൊന്നുമില്ല, നമ്മുടെ ആ ഒരു ബൂസ്റ്റ് ചെയ്യാൻ മാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അതിലേക്ക് എത്രത്തോളം ശ്രദ്ധ കൊടുക്കണമെന്നുള്ളത് എഗെയിൻ നമ്മുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെയും കേൾക്കുക, എന്നാൽ എന്തൊക്കെ ഹീൽ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. കാരണം അത് നിങ്ങളുടെ ഇന്നർ വോയിസ് ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഹീൽ ചെയ്താൽ മാത്രമേ ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇനിയൊന്ന് ലൈഫ് ഷിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞു, ഒന്നും ഉണ്ടായില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് എനർജിയാണ് ആദ്യം ഷിഫ്റ്റ് ആവുന്നത്. അത് നമുക്ക് ഇനീഷ്യലി കാണാനൊന്നും പറ്റില്ല, കാരണം ഇൻറ്റേർണൽ എനർജിയിൽ ഒരു ഷിഫ്റ്റ് ആയിരിക്കും. ഒരു പീസ്ഫുൾ എനർജിയിലേക്ക് നമ്മൾ വരും. അത് കഴിഞ്ഞിട്ടാണ്, അതായത് ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എക്സ്റ്റേർണൽ വേൾഡിൽ ഈ ഒരു എനർജിയുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ എന്തുകൊണ്ടായില്ല എന്നുള്ള ഒരു തിങ്കിങ് പാറ്റേണിലേക്ക് വരാതെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹീൽ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. സെയിം ആൻസർ തന്നെ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നും വന്ന ഒരു ചോദ്യത്തിന്, അതായത് കാർമിക് ട്രിഗേഴ്സ് കിട്ടുന്നുണ്ട്, എനർജിയിൽ വ്യത്യാസമുണ്ടോ? എനർജിയിൽ എപ്പോഴും വ്യത്യാസം വരും, കാരണം അതൊരു ഫ്രീക്വൻസിയാണ്. വേവ് ലെങ്ത് പോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അത് ഈവൻ കോസ്മിക് എനർജീസ് ആണെങ്കിൽ പോലും. ഓഫ് കോഴ്സ് ഈ ഒരു സമയം പിന്നെയും നമുക്ക് കുറച്ചൊന്ന് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജീസാണ് ഉള്ളത്. ചക്രാസ് അപ്ഗ്രേഡ് ആവുന്നുണ്ട്. അടുത്ത ന്യൂ മൂൺ വരുന്നതിനകം പല പല തരത്തിലുള്ള മാറ്റങ്ങൾ ഡി എഫ്സിൻ്റെ എനർജറ്റിക് ഫീൽഡിലും ഡി എംസിൻ്റെ അവേക്കനിങ്ങിലും നടക്കുന്നുണ്ട്. അപ്പം രണ്ടിൻ്റെയും ഇമ്പാക്റ്റ് നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ വരുന്നുണ്ട്. ആൻഡ് കാർമിക് ട്രിഗേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ടോട്ടലി അവിടെ ഹീൽ ആവാത്തത് കൊണ്ടാണ്, ആ ഒരു കാർമിക് അക്കൗണ്ടിനെ നമ്മൾ ഹീലാക്കാത്തത് കൊണ്ടാണ് പിന്നെയും ട്രിഗേഴ്സ് വരുന്നത്. അതിൻ്റെ മീനിങ് അവിടുന്ന് എന്തൊക്കെയോ ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ട് എന്നാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇനിയൊരു കമൻറ്റ് വന്നിരിക്കുന്നത്, ഞാൻ ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്ങിൻ്റെ ക്ലാസ്സസ് ഒക്ടോബർ 3 തൊട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് മാം ഫീസ് കുറച്ചുകൂടെ ക്യാഷ് ഉള്ളവർ മാത്രം പഠിച്ചാൽ മതിയെന്നാണോ എന്നാണ് ഈ ഒരു കമൻറ്റ്. വളരെ ഓഫ് കോഴ്സ് 3D ലെവലിലുള്ള ഒരു കമൻറ്റ്. ആ ഒരു റൂട്ട് ചക്ര ബാലൻസ് ആവാത്തതിൻ്റെ പ്രശ്നം അത് കാണാൻ പറ്റുന്നുണ്ട്. എനിഹോ ഇതിൻ്റെ ഒരു റീസൺ പറഞ്ഞുതരാം. ഫസ്റ്റ് ലെവലിന് 6000 റുപ്പീസാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് എനർജി എക്സ്ചേഞ്ച് ആയിട്ട്. സെക്കൻഡ്, തേർഡ്, 4 ലെവൽസ്, അതായത് 4 ലെവൽസ് കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കാറുണ്ട്. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും അടുത്തടുത്ത ലെവൽസിലേക്ക് വരുന്നത്. മാക്സിമം സ്റ്റുഡൻസ് ഇന്ന് വരെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു എനർജി എക്സ്ചേഞ്ച് അത്രയും വെച്ചതിൻ്റെ റീസൺ പറയാം. ഇത് ഞാൻ നാട്ടിൽ നിന്നല്ല പഠിച്ചത്, നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് പഠിച്ചത്. എനിക്കറിയില്ല നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. പക്ഷേ പാൻ ഇന്ത്യ ലെവലിൽ ഇതേ കോഴ്സിൻ്റെ ഫീ ഇതിൻ്റെ 5 മടങ്ങ് അധികമാണ്.
ഫസ്റ്റ് ലെവൽ മാത്രം നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു മിനിമം വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം 2 വർഷം ഒരു എനർജി എക്സ്ചേഞ്ചും ഇല്ലാതെ കൗൺസിലിങ്ങും ഹീലിങ്ങും ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളും കണ്ട ഒരാളാണ്, എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മിനിമം വാല്യൂ ആണ് നമ്മളൊരു എനർജി എക്സ്ചേഞ്ച് ആയിട്ട് വച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്കും അത്ര വലിയ ഇമ്പാക്റ്റ് ആവാറില്ല. ഞാൻ ഇൻഡിവിജ്വലായിട്ട് ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ ക്ലാസ്സസ് എടുക്കാറില്ല. ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു കാര്യം കൂടെ പറയുകയാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഈ ഒരു കോഴ്സുകൾ പഠിച്ചു കഴിയുമ്പോഴുള്ള ഫീഡ്ബാക്ക് ഞാൻ ഇടാറുണ്ട്. സ്റ്റുഡൻസിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് അത് ഇടുന്നതിന് കാരണം അത് എത്രത്തോളം മഹത്തായ ഒരു കാര്യമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അത് ഞാനോ പഠിക്കണമെന്ന് വിചാരിച്ച ആളോ വിചാരിച്ചാൽ പറ്റുന്നതല്ല. ഡിവൈനായിട്ട് അവിടുന്ന് പെർമിഷൻ തന്നാൽ മാത്രമേ അതിൽ എത്ര പേര് ആവണം, ആ ഗ്രൂപ്പിൽ എത്ര പേര് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് വരുന്നത്. അതായത് ഇതിനെയൊന്നും കൺട്രോൾ ചെയ്യുന്ന ഞാനല്ല. പോസ്റ്റേഴ്സും ഇൻറ്റ്യൂട്ടീവ്ലി തോന്നുന്ന സമയത്ത് അപ്ലോഡാണ് ചെയ്യാറുള്ളത്. ഇനിയൊരു പേഴ്സണലായിട്ടുള്ള കാര്യം ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ്. ആരെങ്കിലും എൻ്റെ കയ്യിൽ ഫീസ് ഇല്ല, ഞാൻ ഇത്ര പേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വരുന്നവരോട് ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അവർക്ക്. എനിക്കറിയില്ല, അതങ്ങനെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യമാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്നേ വരെ എനിക്ക് ആരും എനർജി എക്സ്ചേഞ്ച് പേ ചെയ്യാതെ പോയിട്ടുമില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനകം അവർക്ക് ആ ഒരു അബണ്ടൻസ് വന്നിട്ടുമുണ്ട്, അവർ പേ ചെയ്തിട്ട് പോയിട്ടുമുണ്ട്. കാരണം ഇതൊക്കെയും നിയോഗങ്ങളാണ്. ബിയോണ്ട് ഒരു കൺട്രോളിങ്ങിൻ്റെ പവറിനേക്കാളും നിയോഗങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളെ മനസ്സിലാക്കുക, ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ഇനിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ട്വിൻ ഫ്ലെയിം ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളത്. അതൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.